സംസ്ഥാന സർക്കാർ പാസാക്കുന്ന ബില്ലുകളിൽ ഗവർണർമാർക്ക് സമയപരിധി നിശ്ചയിച്ചുള്ള സുപ്രീം കോടതി ഉത്തരവ് കേന്ദ്ര സർക്കാരിന് തിരിച്ചടിയും ബി.ജെ.പി. ഇതര സംസ്ഥാന സർക്കാരുകൾക്ക് നേട്ടവുമാണ്. ഗവർണർമാരെ രാഷ്ട്രീയമായി ഉപയോഗിക്കുന്ന നീക്കങ്ങൾക്കുള്ള താക്കീതായി വിധി വിലയിരുത്തപ്പെടുന്നു. അതേസമയം സുപ്രീം കോടതി വിധി ജനാധിപത്യ അവകാശങ്ങളെ ഉയർത്തിപ്പിടിക്കുന്നത് എന്നായിരുന്നു സംസ്ഥാന സർക്കാരിന്റെ പ്രതികരണം. കേരളം, തമിഴ്നാട്, പഞ്ചാബ്, പശ്ചിമബംഗാൾ തുടങ്ങി നിരവധി സംസ്ഥാനങ്ങളിലെ ഗവർണർ സർക്കാർ പോരിൽ നിർണായകമാണ് സുപ്രീം കോടതി രണ്ടംഗ ബെഞ്ചിന്റെ വിധി. ഗവർണർമാർക്ക് ബില്ലുകളിൽ അടയിരിക്കാൻ അധികാരമില്ലെന്ന് നേരത്തെ സുപ്രീം കോടതി വിധിച്ചിരുന്നു. രാഷ്ട്രപതിക്ക് അയച്ച ഇവ വൈകിപ്പിക്കാനുള്ള നീക്കത്തിന് ഇന്നത്തെ വിധി തടയിട്ടിരിക്കുകയാണ്. ഗവർണർ സർക്കാർ പോരിനൊടുവിൽ 2023 ഒക്ടോബർ, നവംബർ മാസങ്ങളിലായിരുന്നു കേരളം ഹർജിയുമായി സുപ്രീം കോടതിയെ സമീപിച്ചത്. നിയമസഭ പാസാക്കിയ ബില്ലുകൾ 23 മാസം വരെ തടഞ്ഞുവെക്കുകയും ചെയ്തിരുന്നു. പൊതു ആരോഗ്യ ബില്ലടക്കം കേരളത്തിലെ ജനങ്ങളുടെ ക്ഷേമം ലക്ഷ്യമിടുന്ന ബില്ലുകളിൽ തീരുമാനം വൈകിപ്പിക്കുന്ന നടപടി ജനങ്ങളോടും നിയമസഭാംഗങ്ങളോടുമുള്ള നീതികേടെന്നും കോടതിയിൽ കേരളം വാദിച്ചിരുന്നു. ബില്ലുകൾ അനിശ്ചിതകാലം പിടിച്ചുവയ്ക്കുന്ന ഗവർണർമാരുടെ നീക്കം ചെറുക്കാൻ ബി.ജെ.പി. ഇതര സംസ്ഥാന സർക്കാരുകൾക്ക് വിധി കരുത്താകും. നിയമനിർമ്മാണ സഭയുടെ അധികാരങ്ങൾ ഗവർണർമാർ കൈയടക്കുന്ന പ്രവണതയ്ക്കെതിരെയുള്ള താക്കീതാണ് വിധിയെന്നും ജനാധിപത്യത്തിന്റെ വിജയമെന്നും കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ. കേരളത്തിന്റെ ആവശ്യത്തെ കൂടി അംഗീകരിക്കുന്ന വിധിയാണ് സുപ്രീം കോടതിയിൽ നിന്നുണ്ടായതെന്ന് നിയമമന്ത്രി പി. രാജീവ്. ജനാധിപത്യ വിരുദ്ധ, ഭരണഘടനാ വിരുദ്ധമായ രീതികളിലൂടെ ജനഹിതത്തെ അട്ടിമറിക്കാൻ ശ്രമിച്ച ഗവർണർമാർക്കും ആ രൂപത്തിൽ അവർ ഉപയോഗിക്കാൻ ശ്രമിച്ച യൂണിയൻ ഗവൺമെന്റിനെതിരെയുള്ള ശക്തമായ താക്കീതാണ് സുപ്രീം കോടതി ഈ വിധിയിലൂടെ നടത്തിയിട്ടുള്ളത്. ഗവർണറാണ് ശരിയെന്ന് പറഞ്ഞവർക്കുള്ള തിരിച്ചടിയാണ് വിധിയെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദുവും പ്രതികരിച്ചു. ബി.ജെ.പി. ഇതര സംസ്ഥാനങ്ങളെ ഗവർണറെ കൊണ്ട് നേരിടുന്ന കേന്ദ്ര സർക്കാരിന്റെ നീക്കങ്ങൾക്കേറ്റ തിരിച്ചടിയെന്ന് CPM-ഉം കോടതി വിധിയെ ചർച്ചയാക്കുന്നുണ്ട്. സംഘപരിവാറിന്റെ രാഷ്ട്രീയ താല്പര്യം സംരക്ഷിക്കുന്നവരെ പോലെയാണ് പല ഗവർണർമാരും കുറച്ചു കാലമായി പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. അത് നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് വന്നതിന് ശേഷം വിശേഷിച്ചു. 3 മാസത്തിനകം തീരുമാനമെന്ന നിർദ്ദേശം കോടതി വച്ചതോടെ ഇപ്പോൾ പല സംസ്ഥാനങ്ങളിലും ഗവർണർമാരുടെ പരിഗണനയിലുള്ള ബില്ലുകളിൽ തീരുമാനം വൈകാതെ ഉണ്ടാകണം. കേരളത്തിന്റെ ഹർജിയിലും സമാനമായ നീക്കമുണ്ടാകുമോ എന്നതാണ് ഇനി നിർണായകം. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 തിരുവനന്തപുരം.